സംസ്ഥാനത്തെ റേഷൻ കടകളിൽ നിന്ന് സാധനങ്ങൾ മാത്രമല്ല ഇനി ലഭിക്കുക, 5000 രൂപയും ലഭിക്കും. ഹായ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ ആദ്യത്തേത് സംസ്ഥാനത്തെ റേഷൻ കടകളിൽ നിന്നും സാധനങ്ങൾ മാത്രമല്ല 5000 രൂപ വരെ പിൻവലിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ATM മാതൃകയിലാണ് ഈ സൗകര്യം. ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് അത്ഭുതപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് ഇതിനെ സംബന്ധിച്ച ചെറിയ സൂചന ഉണ്ടായിരുന്നത്. 5000 രൂപ പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി ബാങ്കിംഗ് സൗകര്യം ഏർപ്പെടുത്തും എന്നുള്ളതാണ് നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നത്. പുതിയ സ്മാർട്ട് റേഷൻ കാർഡിലാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ATM മാതൃകയിലാണ് പുതിയ റേഷൻ കാർഡ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ റേഷൻ കാർഡ് നിർബന്ധമല്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പഴയ കാർഡും ഉപയോഗിക്കാമെന്നും പറയുന്നുണ്ട്. പണം പിൻവലിക്കൽ സൗകര്യം ATM മാതൃകയിൽ റേഷൻ കട വഴി നടപ്പിലാക്കുന്നത് പുതിയ സ്മാർട്ട് കാർഡ് ഉപയോഗിച്ചാണ്, പഴയ കാർഡ് ഉപയോഗിച്ചല്ല. ATM കാർഡ് മാതൃകയിലുള്ള സ്മാർട്ട് കാർഡ് റേഷൻ കാർഡ് ഉപയോഗിച്ച് POS മെഷീനിൽ ഈ സൗകര്യം നമുക്ക് ലഭ്യമാകുകയാണ്. അതായത് 5000 രൂപ പിൻവലിക്കാനുള്ള സൗകര്യം ലഭ്യമാക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത്. ആധാറുമായി ബന്ധിപ്പിച്ച റേഷൻ കാർഡ് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്യുന്നു. ഇതുവഴിയാണ് ഈ സേവനം ലഭ്യമാകുന്നത്. ബാങ്ക് അക്കൗണ്ടിൽ ആവശ്യത്തിനുള്ള പണം ഉണ്ടെങ്കിൽ POS മെഷീൻ ഉപയോഗിച്ച് നമുക്ക് 5000 രൂപ വരെ പിൻവലിക്കാം. ഇതാണ് ഈ സേവനം. ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ഗ്രാമപ്രദേശങ്ങളിലെ 1000ഓളം റേഷൻ കടകൾ വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ആലോചിക്കുന്നത്. വാട്ടർ ബില്ല്, അതുപോലെ KSEB ബില്ല്, അല്ലെങ്കിൽ നമ്മൾ റേഷൻ കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട തുകയ്ക്കുള്ള ബില്ല് ഈ സൗകര്യം ഉപയോഗിച്ച് നമുക്ക് അടയ്ക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് ഷെയർ ചെയ്യാനുള്ള വിഷയം, റേഷൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യാത്ത വ്യക്തികളുടെ പേരുകൾ റേഷൻ കാർഡിൽ നിന്ന് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. തുടക്കത്തിൽ മഞ്ഞ, പിങ്ക്, നീല, വെള്ള എന്നീ ക്രമത്തിലാണ് പേരുകൾ നീക്കം ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ മഞ്ഞ കാർഡിലുള്ള ആൾക്കാർ, ഇതുപോലെ ലിങ്ക് ചെയ്യാത്ത വ്യക്തികളുടെ പേര് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്നിലധികം കാർഡിൽ അംഗങ്ങളായി നിൽക്കുന്ന വ്യക്തികൾ, ഇതുപോലെ ആധാർ ലിങ്ക് ചെയ്യാത്ത വ്യക്തികളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക്, അനർഹമായ റേഷൻ കൈപ്പറ്റുന്നവർക്ക് ഇത് ഒരു കുരുക്കായി തീരും. പലപ്പോഴും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സംശയമാണ്, കാർഡ് ഉടമസ്ഥർ ആധാറുമായി ലിങ്ക് ചെയ്ത് കാണും, പക്ഷേ മറ്റുള്ള അംഗങ്ങൾ ഇപ്പോഴും ലിങ്ക് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവരെക്കുറിച്ചാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ആധാറുമായി റേഷൻ കാർഡ് ലിങ്ക് ചെയ്യേണ്ടതാണ്. റേഷൻ കാർഡ് ഇനിയും ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാത്ത വ്യക്തികൾ എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യേണ്ടതാണ്. അതിന് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കാവുന്നതാണ്. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും അക്ഷയ വഴി ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അക്ഷയയെ സമീപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ റേഷൻ കാർഡ് ഉടമകൾക്ക് താഴെ കാണുന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് സ്വന്തമായി ആധാറുമായി ലിങ്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.